ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് നല്ലൊരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ കുറേ ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. ഇത് ഫുള്ള് എടുക്കണില്ല, 4 എണ്ണം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആപ്പിളും ഒന്ന് ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലത്തെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മളിത് പീൽ ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ലൊന്ന് വാഷ് ചെയ്യണം നമ്മൾ നന്നായിട്ട്. ഇനി ഇതാ അതിൻ്റെ സ്കിന്നെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ആപ്പിളിൻ്റെ മേലത്തെ സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്യുന്നത് ഓരോന്നും വേഗം വേഗം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം. അല്ലെങ്കിൽ ഇത് വേഗം കളറ് ചേഞ്ച് ആവും. ആപ്പിൾ വേഗം കളറ് മാറുമല്ലോ. അപ്പം നമ്മൾ വേഗം വേഗം അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്താലും കളറൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേഗം അതൊക്കെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത ആപ്പിളൊക്കെ ഞാൻ വേഗം അരച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. എന്നാലും അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് മാറിയിരിക്കണേ. നമ്മളത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാണ്. ഈ ആപ്പിൾ നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ നല്ലോണം ആഡ് ചെയ്യുന്നുണ്ട്. 1.5 കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസ് ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കുക. നമുക്ക് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസി ലൂസാണ്. ചൂടായി വരുന്നേ ഉള്ളൂ. ചൂടായിട്ട് വരുമ്പോൾ ഇത് നന്നായി തിളച്ച് വരും കേട്ടോ. ഇതുപോലെ ബബിൾസ് മേലേക്ക് ഇങ്ങനെ തെറിച്ച് വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ വല്ല മൂടി ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ചുറ്റുപുറം നന്നായിട്ട് തെറിക്കും, നമ്മുടെ മേൽക്കും കൈമേൽക്കും ഒക്കെ തെറിക്കും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ എത്ര ഫ്ലെയിം കുറച്ച് വെച്ചാലും അത് നന്നായിട്ട് ബബിളായിട്ട് വരും. ഇനി ഞാനിതിലേക്ക് 1.5 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഹോം മെയ്ഡ് ജാമായ കാരണം പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാനാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക. ഇത് നമ്മുടെ ഹോം മെയ്ഡ് ജാമാണല്ലോ, നമ്മളിത് വേഗം വേഗം കഴിച്ചു തീർക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ആ ജാമിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുമ്പോഴാണ് ജാമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുക. ഇപ്പോൾ ഇതാ വിട്ട് വന്നിട്ടുണ്ട്. ആപ്പിളിൻ്റെ ഉള്ളിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സിന്നമൻ്റെ പൗഡറും കൂടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇതൊരു 1/4 ടീസ്പൂണോളം ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ ആപ്പിൾ ജാമിന്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ജാമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാമിൽ ആപ്പിളിൻ്റെ ചെറിയ പീസസ് ഒക്കെ കിടക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അതിൽ കുക്കായിക്കോളും. പിന്നെ നമ്മൾ ജാം ബ്രെഡിലൊക്കെ തേക്കുമ്പോൾ ചെറിയ പീസ് ബൈറ്റ് ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. ഞാൻ ഗ്രീൻ ആപ്പിൾ ആയ കാരണം അതിൻ്റെ കളറൊന്ന് മാറിക്കോട്ടെ വെച്ചിട്ട് വേണ്ടിയിട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമ്മളെ ആപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണ്. അപ്പോൾ വീട്ടിൽ ഗ്രീൻ ആപ്പിൾ വേണമെന്നില്ല, നമ്മുടെ ചുവന്ന ആപ്പിൾ ഉണ്ടെങ്കിലും നമുക്ക് ജാം ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ആപ്പിളൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്.
അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഗ്ലാസ് ജാറിലേക്ക് മാറ്റുക. എന്നിട്ട് 1-2 വീക്കൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ നമുക്ക് കഴിക്കാം. ഇതിൽ സിന്നമൻ്റെ പൗഡറും കൂടി ആഡ് ചെയ്ത കാരണം അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.